നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൂട്ടായ്മയുടെ സന്ദേശവുമായി ദേശക്കാഴ്ച കൊടിയേറി. വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മറ്റത്തൂർ ഇത്തൂപ്പാടം SNDP ശാഖയുടെ 20ാം വാർഷിക പൊതുയോഗവും കലാസന്ധ്യയും നടത്തി. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. വാർത്തകൾ വിശദമായി. കൂട്ടായ്മയുടെ സന്ദേശവുമായി ദേശക്കാഴ്ച കൊടിയേറി. നാടിന്റെ ആവേശവും കൂട്ടായ്മയുടെ കരുത്തും വിളിച്ചോതിക്കൊണ്ട് ഗ്രാമികയിലെ KG ജോർജ് നഗറിൽ ദേശക്കാഴ്ച കലാസാംസ്കാരികോത്സവത്തിന്റെ കൊടിയേറ്റം നടന്നു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ദേശക്കാഴ്ച ഒരുക്കുന്നത്. നാട്ടുകാരണവന്മാരായ കുറുമ്പക്കുട്ടി കുഞ്ഞയ്യപ്പൻ, അമ്മിണി രാമകൃഷ്ണൻ, TK ഗോപാലൻ വൈദ്യർ, മേരി കൊച്ചാപ്പു, MS അബ്ദുൾ ഖാദർ എന്നിവർ ചേർന്നാണ് കൊടിയേറ്റം നിർവഹിച്ചത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷയായി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ആമുഖ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ജനറൽ കൺവീനർ PK കിട്ടൻ, ഗ്രാമിക സെക്രട്ടറി EK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. NP ഷിൻഡോ, PP സുബ്രഹ്മണ്യൻ, KC ഹരിദാസ്, MR അനിയൻ, C മുകുന്ദൻ, ജയൻ കാളത്ത്, PK കൃഷ്ണൻ, അനീഷ്, ഹാറൂൺ റഷീദ് എന്നിവർ നേതൃത്വം നൽകി. പത്മശ്രീ പെരുവനൻ കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 40ഓളം വാദ്യകലാകാരന്മാർ പഞ്ചാരിമേളം അരങ്ങേറ്റി. രാവിലെ കുഴിക്കാട്ടുശ്ശേരി വിന്നേഴ്സ് നഗർ, കുഴിക്കാട്ടുശ്ശേരി പടിഞ്ഞാട്ടുമുറി, ശ്രീധനക്കാവ്, കൊമ്പുടി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ദിക്കൊടിയേറ്റം നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രേഖ സന്തോഷ്, മിനി പോളി, UK പ്രഭാകരൻ, ഷൈനി തിലകൻ എന്നിവരാണ് കൊടിയേറ്റം നിർവഹിച്ചത്. ആളൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് പ്രസിഡന്റ് KR ജോജോയാണ് കൊടിയേറ്റം നടത്തിയത്. മെയ് 1 മുതൽ 5 വരെ നടക്കുന്ന ദേശക്കാഴ്ചയുടെ ഭാഗമായി നൃത്തോത്സവം, കാർന്നൂരുകൂട്ടം, നാടകരാവ്, സംഗീതോത്സവം, പൈതൃകോത്സവം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും. വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്ക് ശാഖയ്ക്ക് സമീപത്താണ് സംഭവം. ആന്റണിയെ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന് മരിച്ച നിലയിൽ പായയിലും, അരവിന്ദാക്ഷനെ ബാങ്കിന് സമീപത്തുള്ള കാനയിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലുമാണ് കണ്ടെത്തിയത്. മരിച്ച ഇരുവരും വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരാണ്. ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റേയാൾ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം സംഘർഷത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. ഒല്ലൂർ ACP, മണ്ണുത്തി CI ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത കൈവരൂ. മുരിങ്ങൂർ ശ്രീ രാമേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തിക്ക് യാത്രയയപ്പും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും നടത്തി. ക്ഷേത്രം തന്ത്രി അനൂപ് പ്രകാശ് യോഗം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് VC സാജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CS വിശ്വംഭരൻ മേൽശാന്തി ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് അംഗം ഷിമ സുധീൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് വിജിലൻസ് ഓഫീസർ ഗോപി, ദേവസ്വം ഓഫീസർ CK സിജു, ഗജാൻജി TS സർജി, വൈസ് പ്രസിഡന്റ് TS മുകേഷ്, ജോയിന്റ് സെക്രട്ടറി TD പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മേൽശാന്തി വിഷ്ണു നമ്പൂതിരി മറുപടി പ്രസംഗം നടത്തി. യുണൈറ്റഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ആൻഡ് റിസർച്ചിന്റെയും പാർവണം ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മൂലംകുടം പാർവണം ട്രസ്റ്റിൽ കരാട്ടെ റെഗുലർ ക്ലാസുകൾക്ക് തുടക്കമായി. MK സുഭാഷ് അധ്യക്ഷത വഹിച്ചു. പാർവണം ട്രസ്റ്റ് പ്രസിഡന്റ് PR ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കവിയത്രിയും അധ്യാപികയുമായ രാജകുമാരി വിനോദ് മുഖ്യാതിഥിയായിരുന്നു.
പാർവണം ട്രസ്റ്റ് സ്ഥാപക പ്രസിഡന്റും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ ബിനോയ് PB മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് സെക്രട്ടറി അഭിലാഷ് PS ആശംസകൾ അറിയിച്ചു. കരാട്ടെ ഇൻസ്ട്രക്ടർമാരായ വൈഗാലക്ഷ്മി AS സ്വാഗതവും ഹരിനന്ദ TS നന്ദിയും അറിയിച്ചു. ഇൻസ്ട്രക്ടർ എന്തെങ്കിലും അവരെ റെസ്പെക്ട് ചെയ്ത് മാത്രമേ കരാട്ടെ ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ആ ക്ലാസ്സിന് അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിലെ. മറ്റത്തൂർ ഇത്തുപ്പാടം SNDP ശാഖയുടെ 20ാം വാർഷിക പൊതുയോഗവും കലാസന്ധ്യയും കൊടകര യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് PR രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ശാഖ സെക്രട്ടറി KM വിനോദ്, യോഗം ഡയറക്ടർ NB മോഹനൻ, നന്ദകുമാർ മലപ്പുറം, KS ശ്രീരാജ്, VP പ്രണവ് ലാൽ, വനിതാ സംഘം സെക്രട്ടറി സുമ ഷാജി, സൂര്യ ഗോപകുമാർ, TP ബിനോജ് എന്നിവർ പ്രസംഗിച്ചു. കലാസന്ധ്യയിൽ മുഖ്യാതിഥിയായ മിലൻ സുകുമാരനെ ആദരിച്ചു. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. തമിഴ്നാട് തെങ്കാശി സ്വദേശി 26 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ചേലത്തുനാട് കടവിൽ കുളിക്കാനിറങ്ങിയ മണികണ്ഠൻ നീന്തുന്നതിനിടെ മുങ്ങിപ്പോവുകയായിരുന്നു. പുഴയുടെ മറുകരയിൽ ഉണ്ടായിരുന്ന മീൻപിടുത്തക്കാരാണ് മണികണ്ഠൻ മുങ്ങിപ്പോകുന്നത് ആദ്യം കണ്ടത്. തുടർന്നിവർ ചാലക്കുടി ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. ചാലക്കുടി ഫയർഫോഴ്സും പോലീസും എത്തി നടത്തിയ തിരച്ചിലിൽ 5:30യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മണികണ്ഠൻ. വർഷങ്ങളായി ചാലക്കുടിയിൽ താമസിച്ചു വരികയായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6685 രൂപ, പവന് 53,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ വീണ്ടും. കൂട്ടായ്മയുടെ സന്ദേശവുമായി ദേശക്കാഴ്ച കൊടിയേറി. വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മറ്റത്തൂർ ഇത്തുപ്പാടം SNDP ശാഖയുടെ 20ാം വാർഷിക പൊതുയോഗവും കലാസന്ധ്യയും നടത്തി. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.